കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചേട്ടച്ചാറിൻ്റെ അടുത്ത് എത്തിയത്. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ എത്തിയതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലാക്കി പകർത്താൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോണ വഴിക്ക് കണ്ട കുറച്ച് കൃഷികൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ചുരക്കാത്തോട്ടമുണ്ട് കേട്ടോ. ചുരക്കല്ല, ചുരക്കാത്തോട്ടമുണ്ട്. ചുരക്ക. ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ പോയതാട്ടോ. തിരിച്ചു വരുന്ന വഴിയാണ് ഈ തോട്ടം കണ്ടത്. കായൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇക്കൊല്ലം മിക്കവാറും ഓണത്തിന് പച്ചക്കറികൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ റെക്കോർഡ് വിലയായിരിക്കും. കാലാവസ്ഥയും വെള്ളത്തിൻ്റെ ഒക്കെ കുറവ് കാരണം കൃഷിയും കുറവാന്ന് തോന്നുന്നു ഇക്കൊല്ലം. ഇതും ഓണം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കൃഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഇത് ആ ടൈമിലേക്ക് ഹാർവെസ്റ്റ് ചെയ്യാനാവുള്ളൂ. ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ തക്കാളിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ തക്കാളി കൃഷി ചെയ്യുന്നതിന് മുന്നേ ഇതിൽ പീച്ചിലാന്ന് തോന്നുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി ഉണങ്ങിയ 2-3 എണ്ണമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഇഞ്ചി നനയ്ക്കുന്നതിനിടെ കൂടി ഓടിച്ചാടി നടന്നിട്ടാന്ന് തോന്നുന്നു. ജലദോഷം പിടിച്ചു. കുറച്ച് ഇപ്പുറത്തേക്ക് മാറിക്കണ്ടൊരു വേറൊരു കൃഷിയാണ് ഇത്. തക്കാളി. ഇതും മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കളകളൊന്നും അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പണിയും കുറവായിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളമൊന്നും അധികം വേസ്റ്റും ആയി പോവില്ല. ഇത് മൊത്തം നട്ട് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ട്രെയിൽ കുറച്ചെണ്ണം ഇരിപ്പുണ്ട്. അങ്ങനെ പുറന്ന വഴിക്ക് വേണ്ട ഒരു പാവൽത്തോട്ടം, അതിനിപ്പുറത്തൊരു വഴുതനങ്ങത്തോട്ടം. അവിടെ ഹാർവസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേട്ടച്ചാര അവിടെ വണ്ടി നിർത്തി 2 വഴുതനങ്ങ വെച്ചു കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ട്. വഴുതനങ്ങിട്ട മോരുകറി, അതായിരുന്നു മൂപ്പറുടെ പ്ലാൻ. ആ അണ്ണനോട് 2 വഴുതനങ്ങയാണ് ചോദിച്ചത്. പുള്ളിക്കാരൻ കറക്റ്റ് 2 വഴുതനങ്ങ എടുത്തു തന്നപ്പം അവിടെയുള്ള അക്കന്മാർ പുള്ളിക്കാരനെ കളിയാക്കി കേട്ടോ. 2 എണ്ണം ചോദിച്ചിട്ട് കറക്റ്റ് 2 എണ്ണം തന്നെയാണോ കൊടുത്തത്, 3 എണ്ണം കൂടി കൊടുക്കുന്നു പറഞ്ഞ് പുള്ളിയെ നിർബന്ധിച്ച് ഇത്രയും വഴുതനങ്ങ കിട്ടി. ഇത്രയും വേണ്ടാന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ പിന്നെ സമ്മതിച്ചില്ല കേട്ടോ. ഗൈസ്, ഇതാണ് എൻ്റെ ചേട്ടായി. ക്യാമറ കണ്ടപ്പോൾ പുള്ളിക്കാരൻ മുഖം തിരിച്ചു. വലത്തോട്ട് നോക്കി മുന്നോട്ട് വണ്ടി ഓടിക്കുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ക്യാമറ താഴ്ത്തി. അതുകൊണ്ട് തന്നെ പുള്ളി മുന്നോട്ടും നോക്കി വേഗം തന്നെ ഷെഡിലും എത്തി. ഒരു ചെറിയ കൂടി ബിസ്ക്കറ്റിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മേടിക്കാനാട്ടോ ഞങ്ങൾ പോയത്. ഇന്നിപ്പോൾ ഇവിടെ എന്താ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവറി കേട്ടോ. അപ്പം അക്കമാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പാലും ബിസ്ക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ജലദോഷം പിടിച്ചിട്ടാകെ എന്തോ ഒരു ഒരു സുഖമില്ല. പണിയുള്ള ടൈമിൽ ചായയും ബിസ്ക്കറ്റും അതൊരു പതിവുള്ള കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ച് പിടിച്ച് അവരിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. കണ്ടില്ല. മുള്ളുള്ള ഒരു തരം ചെടിയുണ്ടോ, ഇതെൻ്റെ കാലി കൊണ്ടു കൊണ്ടാരം. ഈ കളകളൊക്കെ നമ്മൾ പറിക്കാണ്ടൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കുന്ന വളം ഇതും കൂടി അങ്ങ് വലിച്ചെടുക്കും. അതൊക്കെ നമ്മുടെ ഇഞ്ചിൻ്റെ വളർച്ചേനെ ബാധിക്കുമല്ലോ. പിന്നെ വേറെയുണ്ട് പ്രശ്നങ്ങൾ, കീടങ്ങളുടെ സാന്നിധ്യമൊക്കെ കൂടും. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു കാട് പറിക്കാൻ ഇറങ്ങിയിട്ട് നമ്മുടെ ഷെഡിൻ്റെ അടുത്ത് വരെ എത്തിട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ള കള പറിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടച്ചാർ. ഞാനൊന്ന് ഇപ്പുറത്തേക്ക് മാറിയപ്പോഴത്തേനും ആ ഭാഗത്ത് നനയ്ക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഷിഫ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു ചേട്ടച്ചാരൻ എന്നോട്. ചെറുങ്ങനെ ജലദോഷം ഉണ്ടായിരുന്ന എനിക്ക് പനിയിലേക്കുള്ളൊരു നൂൽപ്പാലമാണോ ഇതെന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. ഇവിടെ ഇഞ്ചി നടന്ന ടൈമിൽ ഒരു 3-4 ആഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. അതായത് ഏകദേശം 3 മാസത്തിന് ശേഷം. ആ ടൈമിൽ ഒടുക്കത്തെ ചൂടായിരുന്നതുകൊണ്ട് ഈ തെങ്ങിലുള്ള കരിക്കൊക്കെ ഇട്ട് കുടിക്കലായിരുന്നു എൻ്റെ പ്രധാന വിനോദം. ഇപ്പോഴാണെങ്കിൽ ഒറ്റ കരിക്ക് പോലും കാണാനില്ല അതിൽ. ഏകദേശം ഉച്ചയാവാറായി, ബൈ പറയാൻ ടൈമുമായി. ഒരു നേരത്തെ ഭക്ഷണവും തട്ടി ഞാനും ഡാഡിക്കുളും ഇവിടെ നിന്ന് തിരിക്കുകയാണ് നാട്ടിലേക്ക്.